ഈ പദ്ധതിയുടെ ഒന്നാമത്തെ ലക്ഷ്യമായി ആമുഖത്തിൽ പറയുന്നത്, അതായത് PM ശ്രീയുടെ ഭാഗമായി തെരഞ്ഞെടുക്കുന്ന എല്ലാ വിദ്യാലയങ്ങളിലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കും എന്നാണ്. അതായത് PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ ദേശീയ പാഠ്യപദ്ധതിയും കേന്ദ്ര പുസ്തകങ്ങളും പഠിപ്പിക്കണം. അതിന്റെ മേൽനോട്ടവും നിയന്ത്രണവും അത് കേന്ദ്ര ഏജൻസിക്കായിരിക്കും. 6 തൂണുകൾ എന്ന തലക്കെട്ടിൽ പദ്ധതി രേഖയിൽ ഇത് അക്കമിട്ട് നിരത്തുന്നുണ്ട്. ചുരുക്കത്തിൽ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം ഇനി 2 തരത്തിലായിരിക്കും. PM ശ്രീ സ്കൂളുകളുടെ നിയന്ത്രണം അത് സംസ്ഥാന സർക്കാരിന് നഷ്ടമാകും. അതായത് ഈ നയവ്യതിയാനം അത് ഇടതുപക്ഷത്തിന് ആത്മഹത്യാപരമാണ്. പക്ഷേ പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നു ഇടതുപക്ഷത്തിന്റെ എല്ലാ നയവും നടപ്പിലാക്കാൻ പറ്റില്ലെന്ന്. പണം കിട്ടാൻ വേണ്ടി ഒരു ഇടതുപക്ഷത്തിന് ഒരു നയമുണ്ട്. ആ നയത്തൊന്നും അപ്പൊ നിങ്ങളുടെ വിചാരം എന്താ പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്നാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത്? അത് ആദ്യം EMS 1967 പറഞ്ഞത് പഠിക്കണം. ഞങ്ങൾക്ക് നയമുണ്ട്, പാർട്ടിക്ക് ഇടതുപക്ഷ പാർട്ടികൾക്ക് നയമുണ്ട്. അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും അല്ല. ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നുമല്ല. ജനാധിപത്യ വിപ്ലവം പോലും നടന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പം നല്ല പരിമിതിയുണ്ട് ഞങ്ങൾക്ക് ഈ പരിപാടികളെല്ലാം നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ തന്നെ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വ്യത്യാസമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഭരണപരമായിട്ട് നോക്കുമ്പോൾ സാധിക്കുന്ന കാര്യമല്ല ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം.